ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന വീഡിയോ എങ്ങനെ നമുക്കൊരു ടയർ കൊണ്ട് ഒരു ചെറിയ ഫിഷ് പോണ്ട് നിർമ്മിക്കാമെന്നുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിന് നമുക്ക് വേണ്ടത് ഒരു ടയറാണ്. ഒരു വാഹനത്തിൻ്റെ ടയറാണ് നമുക്ക് ആവശ്യം. ടയർ എടുത്തതിന് ശേഷം ഈ ടയർ ഒരു ഉപയോഗശൂന്യമായ ടയറാണ്. ഈ ടയറിൻ്റെ മുകൾ ഭാഗം നമുക്ക് റൗണ്ട് ഷേപ്പിൽ ഒരു കത്തി ഉപയോഗിച്ച് ചെറുതായി റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ടയറിൻ്റെ മുകൾ ഭാഗമായതുകൊണ്ട് നമുക്ക് ഷാർപ്പുള്ള എന്ത് സാധനമാണെങ്കിലും നമുക്കത് സുഖമായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ കയ്യിൽ മൂർച്ചയുള്ള കത്തിയോ മറ്റോ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗം വളരെ സിമ്പിളായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിതിന് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ തെർമോക്കോൾ കട്ട് ചെയ്യുന്ന ആ ബ്ലേഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വളരെ സ്മൂത്തായിട്ട് തന്നെ എനിക്ക് കട്ട് ചെയ്യാൻ കഴിഞ്ഞു. നമ്മൾ ഈ ടയർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടയർ ഒന്ന് ഉള്ളിലേക്ക് മടക്കി വെക്കേണ്ടതുണ്ട്. എന്തായാലും ഈ ടയർ നല്ല കനമുള്ള ടയർ ആയതുകൊണ്ട് കുറച്ച് പണിയെടുത്തിട്ടുണ്ട് ഇതൊന്ന് മറിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. ഈ ടയർ മറിച്ചിടുന്ന പണി വളരെ എളുപ്പമാണെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ നല്ലവണ്ണം കഷ്ടപ്പെട്ടിരുന്നാണ് ഈ ടയറൊന്ന് മറിച്ചിട്ടത്. ഈ മറിച്ചിട്ടതിന് ശേഷം ഈ ടയർ നമുക്കൊരു വിസ്താരമുള്ള നല്ലൊരു പോട്ടിൻ്റെ രൂപത്തിലേക്ക് മാറിയതായിട്ട് കാണാം. അതിനുശേഷം ആ കട്ട് ചെയ്ത ടയറിൻ്റെ മുകൾ ഭാഗത്തുള്ള ചെറിയ ചെറിയ പീസുകളെല്ലാം ഉണ്ടായിരിക്കും. അതൊന്ന് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് അവിടെ കോൺക്രീറ്റ് ചെയ്ത് അടിഭാഗം കോൺക്രീറ്റ് ചെയ്ത് ഉപയോഗിക്കാം. എൻ്റെ കയ്യിലൊരു ഫ്ലക്സ് ഉണ്ടായിരുന്നു, ഞാനതാണ് ഉപയോഗിച്ചത്. ഫ്ലക്സ് ആ ടയറിൻ്റെ മുകളിൽ ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ സാധാരണ അയലിലിടുന്ന ക്ലിപ്പാണ് ഉപയോഗിച്ചത്. അതിനുശേഷം നമ്മുടെ വീടുകളിൽ സാധാരണയായി നമ്മൾ ചെടി നനയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഹോസിൻ്റെ കഷ്ണമുണ്ടെങ്കിൽ അതെടുത്ത് നെടുകെ കട്ട് ചെയ്യുക. ശേഷം ആ പൈപ്പ് എടുത്ത് നമ്മുടെ ടയറിൻ്റെ എഡ്ജിൽ, അതായത് മുകളിൽ ഭാഗത്ത് നല്ലവണ്ണം ഉറപ്പിക്കുക. പൈപ്പ് തന്നെ വേണമെന്നില്ല, നമ്മൾ എന്തെങ്കിലും വയറിങ് ഫ്ലെക്സിബിൾ ഹോസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ല ഭംഗി ഉണ്ടാവുക. ഇതിപ്പോൾ എനിക്ക് കിട്ടിയ സാധനം ഉപയോഗിച്ച് ഞാൻ ചെയ്തതാണ്. ആ ടയറിൻ്റെ എഡ്ജിന് ചുറ്റും നല്ല വൃത്തിയായി ഇറക്കി വെക്കുക. അതായത് ആ ഹോള്, നമ്മൾ കട്ട് ചെയ്ത ഹോള് ടയറിൻ്റെ എഡ്ജിലേക്ക് കറക്റ്റ്, ടയറും ഫ്ലക്സുമുള്ള എഡ്ജിലേക്ക് കറക്റ്റായിട്ട് ഇറക്കി വെക്കുക. അങ്ങനെ എഡ്ജ് പൈപ്പ് വെച്ചതിന് ശേഷം നമുക്ക് അത് ഗമ്മ് ഉപയോഗിച്ച്
ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഏത് ഗമ്മായാലും പ്രശ്നമില്ല, ഗമ്മ് ഉപയോഗിച്ച് രണ്ട് ഭാഗവും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ പൈപ്പ് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ നമുക്ക് ബ്ലേഡ് ഉപയോഗിച്ച് ആ ഫ്ലെക്സിൻ്റെ എക്സസ് വരുന്ന ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കാം. എന്നിട്ട് വേണമെങ്കിൽ ആ ഫ്ലെക്സ് വേണമെങ്കിൽ നമുക്ക് ഒട്ടിച്ച് വെക്കാം. പിന്നെ നമുക്കത് പെയിൻ്റ് അടിച്ച് വളരെ മനോഹരമാക്കാം. അത് നിങ്ങളെ കയ്യിൽ ഏത് പെയിൻ്റാണ് ഉള്ളത്, ഏത് വേണമെങ്കിലും നമുക്ക് അടിച്ചു കൊടുക്കാവുന്നതാണ്. പെയിൻറ്റ് നല്ലവണ്ണം ഉണങ്ങിയതിന് ശേഷം നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിന് ഭംഗി കൂട്ടാൻ വേണ്ടി നമുക്ക് ഈ കളർ കല്ലുകളെല്ലാം അതിലേക്ക് ആഡ് ചെയ്യാം. നല്ല ഭംഗിയുണ്ടാവും കളർ കല്ലുകളെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. ശേഷം നമുക്ക് അതിലേക്ക് നമ്മുടെ മീനുകളെ മെല്ലെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഗപ്പിയെയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നീട് അതിലേക്ക് നമുക്ക് വെള്ളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന, അതായത് മീൻ ടാങ്കിലെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ചെടികൾ അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ഒരു ഉപയോഗശൂന്യമായ ഒരു ടയർ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ചെറിയ ഫിഷ് പോണ്ട് നിർമ്മിക്കാവുന്നതാണ്. ഇത് വീടിനുള്ളിൽ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാകും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.